നേപ്പാളിൽ മഴ പെയ്യാതെ പ്രളയം വരുമോ? 26 രാവിലെ 8:40 നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ സംഭവിച്ചത് മഴയല്ല, ആകാശത്ത് നിന്ന് ഒരു പർവ്വതം തന്നെ ഇടിഞ്ഞു വീണതാണ്. 300-ലധികം പേർ മരിച്ചു, 1000-ഓളം പേരെ കാണാതായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2026 ഓഗസ്റ്റ് 26 രാവിലെ നേപ്പാളിലെ റസുവ ജില്ല, ലേൻഡേഖോല എന്ന നദി. ഈ നദിയുടെ മുകളിൽ ലങ്ടങ് ലീരുങ് ഗ്ലേഷ്യർ ഉണ്ട്. അതിന്റെ താഴത്തെ ഭാഗം ഒരു കെട്ടിടത്തിന്റെ അത്ര വലിപ്പമുള്ള ഐസ് കട്ട പെട്ടെന്ന് അടർന്നു വീണു. പ്ലാനറ്റ് ലാബ്സിന്റെ സാറ്റലൈറ്റ് ചിത്രം കണ്ടാൽ മനസ്സിലാകും. ഇന്നലെ വരെ പച്ചയായിരുന്ന മല ഇന്ന് പൂർണ്ണമായും തവിട്ട് നിറത്തിലുള്ള ചെളിയിൽ മൂടിയിരിക്കുന്നു. ഈ ഐസ് നദിയിൽ വീണതോടെ 20 മീറ്റർ ഉയരത്തിൽ ചെളിയും വെള്ളവും പാറയും കലർന്ന ഒരു മതിൽ പോലെ താഴേക്ക് വന്നു. വഴിയിലുണ്ടായിരുന്ന ഗ്യോറോങ് തുറമുഖം, 9 ഹൈഡ്രോ പവർ ഡാമുകൾ, 19 പാലങ്ങൾ എല്ലാം ഒലിച്ചുപോയി. ഈ വെള്ളം ഭോട്ടെ കോശി വഴി ത്രിശൂലി നദിയിലെത്തി. ആദ്യം എല്ലാവരും കരുതിയത് ഭൂകമ്പമാണ് എന്നാണ്. നേപ്പാൾ മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞു. പക്ഷേ അമേരിക്കൻ USGS പറഞ്ഞത് അതല്ല, ഇത് ഭൂകമ്പമല്ല, ഗ്ലേഷ്യർ പൊട്ടി വീണപ്പോൾ ഉണ്ടായ ഊർജമാണ് എന്ന്. പിന്നെ എന്തുകൊണ്ട് ഗ്ലേഷ്യർ പൊട്ടി? കാരണം 1, ഗ്ലോബൽ വാർമിംഗ്. UN റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ നേപ്പാളിന്റെ മഞ്ഞിന്റെ 33% ഉരുകിപ്പോയി. കഴിഞ്ഞ 10 വർഷം ഉരുകൽ 65% വേഗത്തിലായി. കാരണം 2, അസാധാരണമായ ചൂട്. കാനഡയിലെ ശാസ്ത്രജ്ഞൻ ഡാൻ ഷുഗർ പറയുന്നു, ദുരന്തത്തിന് 24 മണിക്കൂർ മുൻപുള്ള സാറ്റലൈറ്റ് ചിത്രത്തിൽ ഗ്ലേഷ്യറിന്റെ മുകളിലെ മഞ്ഞ് മുഴുവൻ ഉരുകി വെറും നീല ഐസ് മാത്രമായി മാറിയിരിക്കുന്നു. അതായത് അത്രയ്ക്ക് ചൂട്. അതായത് ഇത് ഒരു പ്രകൃതി ദുരന്തം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നേരിട്ടുള്ള ഫലമാണ്. ദുരന്തം ഇവിടെ തീർന്നില്ല. ഈ ചെളി നദിയെ 2 സ്ഥലത്ത് അടച്ച് 2 പുതിയ തടാകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ പൊട്ടിയാൽ രണ്ടാമതൊരു പ്രളയം വരുമെന്ന് നേപ്പാളും ചൈനയും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതേ അപകടം ഇന്ത്യയിലെ കേദാർനാഥിലും 2013-ലും 2021-ലും ചമോലിയിലും നമ്മൾ കണ്ടതാണ്. ഹിമാലയം ഇനി സുരക്ഷിതമല്ല. നേപ്പാളിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണോ? കമന്റ് ചെയ്യൂ.